ആടാ പറയടാ. എടാ മത്തായി, എടാ HR വിളിച്ചായിരുന്നു തന്നെ. എന്താണ് ഇപ്രാവശ്യത്തെ ടോപ്പ് പെർഫോമർ ഞാനാണെന്നാ പറഞ്ഞത്. അമ്പോ പൊളി, കൺഗ്രാറ്റ്സ്. എടാ അപ്പൊ നിന്റെ കാര്യം എന്തായി? ഓ എന്താകാൻ, എനിക്ക് മടുത്തട ഈ അടിമപ്പണി. പിന്നെ വീട്ടിലെ അവസ്ഥയൊക്കെ ആലോചിച്ചിട്ടാണ്. നീ ഇപ്പൊ HR ആയിട്ട് സംസാരിച്ചായിരുന്നാ? സംസാരിച്ചടാ, കാര്യമില്ല. HR അല്ല, CEO ആണ് പ്രശ്നം. ഓക്കെ, അല്ല അപ്പൊ പുള്ളി എന്താ പറഞ്ഞത്? സി മാത്യു, ഞാൻ ഈ കമ്പനി നടത്തിക്കൊണ്ടു പോകുന്നത് ചാരിറ്റിക്ക് വേണ്ടിയല്ല, പ്രോഫിറ്റ് ഉദ്ദേശിച്ച് തന്നെയാണ്. അപ്പോൾ ഈ എൻ്റെ അടുത്ത് വന്ന് ഇൻക്രിമെൻ്റ് വേണം, അല്ലെങ്കിൽ ഫാമിലി സെൻറ്റിമെൻറ്റ്സ്, ഇതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. സാർ പ്ലീസ്. ഒരു ബിസിനസ് ഡെവലപ്മെൻറ്റ് മാനേജറായ നിങ്ങൾ ഇത്ര നാളായിട്ട് പോലും ഒരു പ്രൊജക്റ്റ് പോലും പിടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണോ താൻ ആ പൊസിഷനിലിരിക്കുന്നത്? സാർ ഞാൻ മാക്സിമം സിൻസിയർ ആയിട്ട് കമ്പനിക്ക് വേണ്ടി. അതൊന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല മാത്യു. വിത്തിൻ 6 months എയ്തർ 3 new projects ഓർ എക്സിസ്റ്റിംഗ് പ്രോജക്ട്സ് വെച്ചിട്ട് കമ്പനി ടേൺ ഓവർ കൂട്ടുക, ഓർ എൽസ് യു വിൽ ബി ഫയർഡ്. ആടാ പുള്ളി ഒരു മനുഷ്യപ്പില്ലാത്ത ആളാടാ. എന്ത് ചെയ്യാനാ? ഒരു കണക്കിന് നോക്കിയാൽ നമ്മളൊക്കെ ഒരുപോലെ തന്നെയാണ്. അതെ, നിനക്ക് സ്വന്തമായ ഒരു വീട് വെക്കാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമം, എനിക്കാണെങ്കിൽ ഉള്ള വീട് കടം കയറി ജപ്തി ആകുമെന്ന ടെൻഷൻ. ആ എല്ലാം ശരിയാകൂടാ.